ഹലോ, ഇന്ന് നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ചേട്ടൻ്റെ ജോലി സ്ഥലത്തേക്കാണ് നമ്മൾ നേരെ പോകണം. നമ്മളോട് അങ്ങോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അരിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് വാങ്ങിച്ച് ഫില്ലപ്പ് ചെയ്ത് വെച്ചാലേ ഇനി നമുക്ക് ഓണം വരെയില്ലേ, അപ്പം നമുക്ക് ഇനി ചിലവുണ്ട്. അങ്ങനെ ചേട്ടൻ നേരെ നമ്മളെ വന്ന് പിക്ക് ചെയ്തു. ശങ്കുടു ചേട്ടൻ്റെ കയ്യിലാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരെ അരി വാങ്ങിക്കാൻ വേണ്ടിയാണ് കേട്ടോ പോകുന്നത്. അരി വാങ്ങിക്കാൻ പോകുന്നിടത്ത് വന്നിട്ട് അരിയുടെ മാർക്കറ്റാണ് കേട്ടോ. ഫുൾ ടൈപ്പ് അരിയും നമുക്ക് അവിടെ കിട്ടും. ഓരോരോ ഡിഫറെൻറ്റ് പക്ഷേ നമ്മുടെ നാട്ടിലെ അരിയൊന്നും കിട്ടത്തില്ല കേട്ടോ. അങ്ങനെ അരി വാങ്ങിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും നമ്മൾ നോക്കി നടന്ന് നമ്മുടെ ടൈപ്പിലുള്ള ഒരു അരി കിട്ടിയത് ബംഗാൾ സ്വർണ്ണ എന്നാണ് കേട്ടോ അതിൻ്റെ പേര്. അങ്ങനെ നമ്മൾ അരി വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ വന്നായിരുന്നു കേട്ടോ ഭിക്ഷയ്ക്ക്. അങ്ങനെ ശങ്കുടു പൈസ കൊടുത്തപ്പോഴത്തേക്കും അയാൾ നന്നായി വരട്ടെ എന്ന് അയാളുടെ ഭാഷയിൽ തന്നെ പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് നേരെ തന്നെ ഇവിടെ ഒരാൾക്ക് ക്രയോൺസ് വേണമെന്ന് കുറേ ദിവസം കൊണ്ടേ വാശി പിടിക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ഉടനെ തന്നെ അങ്ങനെ വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഇതാവുമെന്ന് കരുതി വാങ്ങിച്ചു കൊടുക്കില്ല. അങ്ങനെ ഇന്ന് എന്തായാലും വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി അങ്ങനെ പോയി വാങ്ങിക്കൊടുക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ കുറേ പൈസകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് നോക്കിയപ്പോൾ അതെല്ലാം കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇവിടുത്തെ ഗ്രീൻ പീസ് വന്നിട്ട് ഗ്രീൻ കളറല്ല, വൈറ്റ് കളറാണ് കേട്ടോ. ഇവിടെ മുട്ടായിയുടെ താഴെ ഒരു വണ്ട് കറങ്ങുന്നുണ്ട്. അത് മുട്ടായിയും കൊണ്ടേ പോകത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. പിന്നെ കുറച്ച് ബ്രെഡ്, സ്നാക്സ് ഇതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയ സമയത്ത് തന്നെ അയാൾ എന്ത് ചെയ്തു, പാവമല്ലേ ഇത്രയും സമയം ഈ മുട്ടായിയുടെ കൂടെ കിടന്ന് നടന്നില്ലേ എന്നും പറഞ്ഞ് അയാൾ 2 മഞ്ചെടുത്ത് കൊടുത്തു കേട്ടോ. പിന്നെ വഴിയോരത്ത് തന്നെ നമുക്ക് ഈ കട്ടിലൊക്കെ കിട്ടും. കട്ടിലൊക്കെ വെറും 2000 രൂപയ്ക്കൊക്കെ നല്ല വലിയ തടി കട്ടിലൊക്കെ കിട്ടും കേട്ടോ. ഇവിടെ മാത്രമേ ഞാനിങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇത് നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. തിരിച്ച് ടോട്ടോയിൽ കയറി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൈ കിട്ടിയ മഞ്ച് തന്നെ ആദ്യം തന്നെ 2 പേരും കാര്യമായിട്ട് തിന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് എത്തി. ഞാൻ ഓടിപ്പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലായിരുന്നാലും പെട്ടെന്നായിരിക്കും ഇവിടെ മഴ വന്ന് വീഴുന്നത് കേട്ടോ. ആദ്യം എൻ്റെ തുണിയെല്ലാം ഉണങ്ങിക്കാണും. അതുകൊണ്ട് തുണിയെല്ലാം പറക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ഓടി പോകുന്നത്. അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.